Hello everyone, welcome back to our channel Lifestyle Beats with Harsha. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു DIY banana hair mask ആണ് കാണാൻ പോകുന്നത്. ഡാമേജ്ഡ് ആയിട്ടും ഫ്രിസി ആയിട്ടും റഫ് ആയിട്ടും ഇരിക്കുന്ന ഹെയർസിനൊക്കെ പറ്റിയ ഒരു ഹെയർ മാസ്ക് ആണിത്. 3-4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി, നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുകയും ചെയ്യും നമുക്ക്. അപ്പം ഈ പാക്ക് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിനെക്കാട്ടും മുന്നേ നിങ്ങൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പം നമുക്കിനി നേരെ വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഹെയർ പാക്കിൻ്റെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ബനാന പഴമാണ്. നല്ലവണ്ണം പഴുത്ത പഴമായിരിക്കണം കേട്ടോ, അതാണ് കുറച്ചും കൂടി നമുക്ക് നല്ല റിസൾട്ട് തരുന്നത്. ഹെയർ ലെങ്ത് അക്കോർഡിംഗ് നിങ്ങൾക്ക് പഴം എടുക്കാം. ഷോർട്ട് ഹെയർ ആണെങ്കിൽ 1 പഴം, ലോങ് ഹെയർ ആണെങ്കിൽ 2 പഴം എടുക്കാം. അതുപോലെ 2 പഴമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്, നല്ല പഴുത്ത പഴം. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ അലോവേറ ജെല്ല് വേണം. ഇതിപ്പം ഞാൻ ഫ്രഷ് അലോവേറയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്ന പാക്കേജ്ഡ് ആയിട്ടുള്ള അലോവേറ ജെല്ലും എടുക്കുക. ഒരു അലോവേറ ജെല്ലിൻ്റെ ലീഫ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. അതായത് ലംസ് ഒന്നും ഇല്ലാണ്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ബ്ലെൻഡറിലോ മിക്സിയിലോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ലംസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുടിയിൽ നിന്ന് പോകാനായിട്ട് ഒരുപാട് പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിരിക്കണം. ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്ത് കളയാം. അപ്പോൾ നമ്മളിത് അരച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ജെല്ലി പോലത്തെ ഒരു പേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. കാരണം അലോവേറ ജെല്ല് ഇട്ട് കഴിയുമ്പോൾ കുറച്ചൊരു ജെല്ലി പോലെ തോന്നുമല്ലോ, അതുകൊണ്ട്. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1-2 സ്പൂൺ ഓയിൽ, നിങ്ങൾ ഏതാണോ ഓയിൽ യൂസ് ചെയ്യുന്നത് ആ ഓയിലിടാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് സെസമേ ഓയിൽ, അതായത് എള്ളെണ്ണയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതും കൂടെ 1 സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഏതൊരു ഹെയർ പാക്കോ ഫേസ് പാക്കോ ഇടുമ്പോൾ എസെൻഷ്യൽ ഓയിൽ ഇടാറുണ്ട്. അപ്പം ഞാൻ ഇതിൽ റോസ്മേരി എസെൻഷ്യൽ ഓയിലിന് 4 ഡ്രോപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഓയിൽ മാത്രം ഇട്ടാൽ മതിയോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യം തന്നെ മുടി ഒരു വൈറ്റ് ടൂത്ത് കോമ്പ് എടുത്തിട്ട് മുടി നന്നായിട്ടൊന്ന് ചീവണം. ജടയൊന്നും ഇല്ലാണ്ട് നമുക്ക് ഈരി ഫുള്ളും എടുക്കണം, ഇല്ലെങ്കിൽ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് നമ്മൾ സ്കാൽപ്പിലും ഫുൾ ഹെയർ ലെങ്ത്തിലും അപ്ലൈ ചെയ്യണം. ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് ശരിക്കും ബെനിഫിറ്റ് തരുന്നതാണ്. എൻഡ് റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മുടി ഷൈനി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവുമെന്ന്. ഫ്രീസിനെസ് ഒക്കെ പോയി നല്ല ഗ്ലോസി ആയിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്കാൽപ്പിലും ഹെയർ ലെങ്ത്തിലും ഫുള്ളും അപ്ലൈ ചെയ്തിട്ട് വെക്കണം. ഇപ്പം ഞാൻ ഇവിടെ ഫുള്ളും നമ്മൾ റൂട്ട്സിലൊക്കെ നന്നായിട്ട് റഫ് ആണെങ്കിൽ റൂട്ട്സിലൊക്കെ നന്നായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഫുള്ളും ഹെയറിലും ഹെയർ ലെങ്ത്തിലും സ്കാൽപ്പിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു ബൺ പോലെ കെട്ടി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് മതിയാവും കേട്ടോ. 30 മിനിറ്റത്തേക്ക് നമ്മളിങ്ങനെ ജസ്റ്റ് മുടിയൊന്ന് കെട്ടി വെച്ചിട്ട് ഒരു മൈൽഡ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ വെച്ചിട്ട്, ശരിക്കും ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടീഷണറിൻ്റെ ആവശ്യം വരില്ല. ബട്ട് എന്നാലും നമുക്ക് കണ്ടീഷണർ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പം ബാക്കിയുള്ള ഹെയർ പാക്ക് എല്ലാം ഞാൻ ഇവിടെ ഫുള്ളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒട്ടും വേസ്റ്റ് ചെയ്യരുത്. എന്നിട്ട് ഇത് ഞാൻ 30 മിനിറ്റത്തേക്ക് ഇങ്ങനെ അങ്ങ് വയ്ക്കുകയാണ്. എന്നിട്ട് വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നല്ല ബണ്ണിൽ സെക്യൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് 30 മിനിറ്റ് കഴിഞ്ഞ് ഇത് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പം മുടി വാഷ് ചെയ്ത് കഴിഞ്ഞ് ഫുൾ ഡ്രൈ ആയിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനാണ് കേട്ടോ. കണ്ടോ, ആ ഒരു ഷൈൻ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നല്ല ഹെയർ പാക്കാണ്. ശരിക്കും ഈ ഹെയർ പാക്ക് ഇട്ട് കഴിയുമ്പോൾ മുടി അന്നത്തെ ദിവസവും അടുത്ത ദിവസവും ഒക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഹെയർ പാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സായിട്ടൊക്കെ ഷെയർ ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ബൈ ബൈ.